അല്ലമീൻ, ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ എണ്ണം കൂടിയോ, കസേര നിറഞ്ഞു കവിഞ്ഞോ, അതോ ഇനിയും കസേരകൾ ബാക്കിയാണോ? അൻവർ പുറപ്പെട്ടു കഴിഞ്ഞു. ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ കസേര നിറയുകയോ പൂർണ്ണമായും നിറഞ്ഞു കവിയുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. റോഡ് വക്കിലേക്ക് ആളുകൾ നിൽക്കുന്നുണ്ട്, രണ്ട് ഭാഗത്തും. ഈ വേദിക്ക് പിറകു ഭാഗത്തേക്കൊക്കെ റോഡ് വക്കിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അൻവർ ഇവിടേക്ക് എത്തുമ്പോൾ ആ ആൾക്കൂട്ടം കൂടി വേദിക്കകത്തേക്ക് കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വേദി നിറയും. പക്ഷേ കസേരകൾ നിറഞ്ഞു കവിയുമോ എന്നുള്ള ചോദ്യത്തിന് നിറഞ്ഞു കവിഞ്ഞിട്ടില്ല നിലവിൽ എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ വേദിയുടെ പുറത്താണ് നിൽക്കുന്നത്. ചാറ്റൽ മഴയുണ്ട്. ഈ വേദിക്ക് പുറത്ത് സാധാരണ മഴയൊക്കെ പെയ്യുമ്പോൾ വേണമെങ്കിൽ വേദിക്കകത്ത് മഴ നനയാതെ സദസ്സിനകത്ത് കയറി നിൽക്കാമായിരുന്നു ആളുകൾക്ക്. പക്ഷെ പലരും അങ്ങനെ നിൽക്കാതെ റോഡ് അരികിൽ തന്നെ മഴ നനഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇരുഭാഗത്തുമുണ്ട്. സ്വാഭാവികമായും അവർ കൂടി അൻവർ ഇവിടേക്ക് എത്തുന്നതോടുകൂടി അവർ കൂടി സദസ്സിനകത്തേക്ക് കയറുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ വേദി നിറയും. പക്ഷേ എന്നാലും അൻവർ പ്രതീക്ഷിച്ചതുപോലെ, അൻവർ അവകാശപ്പെട്ടതുപോലെ, അൻവർ കണക്ക് കൂട്ടിയതുപോലെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ആൾക്കൂട്ടം താൻ മനസ്സിൽ കണ്ട കഴിഞ്ഞ സമ്മേളന വേദികളിലൊക്കെ പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത്തവണയും ഒരു പക്ഷേ അത്തരത്തിലൊരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സാഹസത്തിന് മുതിർന്ന അൻവർ രംഗത്തേക്ക് വന്നതും 1 ലക്ഷം എന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിച്ചതും. ഒരു പക്ഷേ താൻ കണക്ക് കൂട്ടിയ ഇടത്തേക്ക് ആൾക്കൂട്ടം വരില്ല എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ പോലീസ് തടയുന്നു ആളുകളെ, ഒപ്പം DMK പ്രവർത്തകരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ ഈ ആൾക്കൂട്ടം അൻവറിന് മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഇന്ധനമാണ്. അത് കൂടിയാൽ അൻവറിന് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകാനാകും. ആ ആൾക്കൂട്ടത്തിൽ ഒരു പിന്മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നോട്ട് പോക്കുണ്ടായിക്കഴിഞ്ഞാൽ, ആ പിന്തുണയിൽ ഏതെങ്കിലും തരത്തിലൊരു കോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അൻവറിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും തടസ്സങ്ങളും വിഘ്നങ്ങളും പലതും വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് DMKയുമായി ഒരു ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് പല മാനത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണമാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ DMK മുന്നണിയിലേക്ക് ഒരു പ്രവേശനം സാധ്യമാകണമെങ്കിൽ പോലും അവിടുത്തെ നിരീക്ഷകരായി എത്തിയിട്ടുള്ള DMKയുടെ നേതാക്കൾ ഇവിടുത്തെ ആൾബലം കൂടി നോക്കിയിട്ടായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഒരുപക്ഷേ കാലാവസ്ഥ പ്രതികൂലമെന്ന് പറഞ്ഞാലും, മഴയെന്ന് പറഞ്ഞാലും, പോലീസ് എത്തി ഭീഷണിപ്പെടുത്തിയ ആളുകളെ വഴിയിൽ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ഈ ആൾക്കൂട്ടത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും DMKയിൽ ഊന്നിക്കൊണ്ട്, അല്ലെങ്കിൽ DMKയുടെ ഓരം ചേർന്ന് മുന്നോട്ട് പോകാൻ സ്വപ്നം കണ്ട അൻവറിൻ്റെ യാത്രയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു തടസ്സം അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഏതായിരുന്നാലും അൻവറിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അൻവർ അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തും. അൻവർ കൂടി എത്തുമ്പോൾ പല കോണുകളിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ വേദിയിലേക്ക് എത്തുമോ, അൻവർ ഉദ്ദേശിച്ച തരത്തിലേക്ക് ഒരു ആൾബലം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. സ്മൃതി ഏതായാലും വീട്ടിൽ നിന്ന് അൻവർ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇവിടേക്ക് വരുന്നു. ഈ നിലവിലെത്തിയിരിക്കുന്ന ആളുകളിൽ എത്രത്തോളം CPMൻ്റെ ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളാണ്, സഹയാത്രികരാണ് എന്ന് നേരത്തെ പലരും പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ലീഗിൻ്റെ അണികൾ, CPMൻ്റെ അണികളായിട്ടുള്ള ആളുകൾ, ഈ സഹയാത്രികരും അനുഭാവികളും എന്നതിനപ്പുറത്തേക്ക് മെമ്പർഷിപ്പുള്ള ആളുകളുണ്ടോ, യുവജന സംഘടനാ പ്രതിനിധികളുണ്ടോ, ലീഗിൻ്റെ പ്രവർത്തകരുണ്ടോ? CPM നേതൃത്വം ആരോപിച്ചതുപോലെ SDP-യുടെയും ലീഗിൻ്റെയും നേതാക്കൾ തന്നെയാണോ, പ്രവർത്തകർ തന്നെയാണോ ഈ പിൻബലം നൽകിക്കൊണ്ട്, അൻവറിന് പിന്തുണ നൽകിക്കൊണ്ട് ഇവിടേക്ക് വരുന്നത്? ഇവിടെ എത്തുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? അൻവറിന് പറയാനുള്ള നയങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ നിലപാടും സമീപനവും എന്തായിരിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സാമ്പിൾ എന്ന നിലയിലാണ് കഴിഞ്ഞ യോഗങ്ങളൊക്കെ അൻവർ നടത്തിയത്. അതിൽ നിന്ന് കിട്ടിയ ഊർജ്ജം കൂടിയാണ് ഇത്തവണ ഈ രീതിയിലൊരു വലിയ സമ്മേളനത്തിൽ അൻവറിനെ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സമ്മേളന വേദിയിലേക്ക് വരുമ്പോൾ അൻവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടും നയവും സമീപനവും രാഷ്ട്രീയ രേഖയുമൊക്കെ ഏറെ പ്രധാനം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും അല്ലമേ, ഇതിനകത്ത് പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂർ നേരമായിട്ട് മഴയാണ്. ഈ പ്രതികൂല കാലാവസ്ഥയെ ഭേദിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാരോട് വന്നിട്ടുള്ളത്. അത് അൻവറിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയാൻ വയ്യ. ഇത് ആദ്യത്തെ സമ്മേളനമാണ്, അവസാനത്തതല്ല. അൻവർ പറഞ്ഞിട്ടുള്ളത് ഇതിന് സമാനമായി 14 ജില്ലകളിൽ, ഇപ്പോൾ 1ാം സമ്മേളനം, ഇനി ബാക്കിയുള്ള 13 ജില്ലകളിലും സമ്മേളനങ്ങൾ സമാനമായി സംഘടിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്രത്തോളം ആൾക്കൂട്ടമുണ്ട്, ഈ ആൾക്കൂട്ടത്തിനനുസരിച്ച്, ഇവിടുത്തെ ആവേശത്തിനനുസരിച്ചായിരിക്കും മറ്റ് 13 ജില്ലകളിലും വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ അൻവറിന് ഊർജ്ജം ലഭിക്കുക. ഏതായാലും നല്ല മഴയായിരുന്നു. അൻവർ പറഞ്ഞ പോലെ തന്നെ പലയിടത്തും വണ്ടികൾ ബ്ലോക്ക് ചെയ്യുന്ന മാത്രമായിരിക്കില്ല, ഈ കനത്ത മഴയും ഒരുപക്ഷെ അൻവർ പ്രതീക്ഷിച്ചൊരു ആൾക്കൂട്ടം ഇല്ലാതിരിക്കാൻ കാരണമായിട്ടുണ്ടാവാം. ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ അൻവറിന് പ്രതീക്ഷയിലേറെ ആളുണ്ട്, ആളുണ്ട്. ഇനി മഴ കൊണ്ട് അല്ലെങ്കിൽ 2 വീലറിൽ ഒരുപാട് ആൾ വരും. മഴ ആളുണ്ടാവും. മഴ ചോർന്ന് കഴിഞ്ഞാൽ ഡബിൾ ആളുണ്ടാവും. ആൾക്കൂട്ടം ഉണ്ടോ? ആളല്ലേ ഉള്ളൂ, ആള് വരുന്നില്ലേ ഉള്ളൂ. മഴ ആയിട്ടല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. വരും മഴ ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്നത് മഴ ഒന്നും ഒരു പ്രശ്നമില്ല. ആൾക്കാർ
അങ്ങോട്ടൊക്കെ ഷൂട്ട് ചെയ്യുക അപ്പോഴേ ജനങ്ങളെ കാണുള്ളൂ. നിങ്ങൾ ഇവിടെ റോഡിലിട്ട് കാര്യമല്ല. അവിടെ 4 ക്യാമറ ഉണ്ട്. അതന്നെ 4 ക്യാമറയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടമുണ്ട് എന്നുള്ളൊരു അവകാശവാദമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 10,000 ആൾക്കാർ വന്നാൽ 1 ലക്ഷത്തിൻ്റെ മേനി ഉണ്ടാകുന്ന വലിയൊരു സദസ്സാണ്. ഒരു പന്തലിട്ടിട്ടുണ്ട്. ആ പന്തലിനകത്തുള്ള ആൾക്കൂട്ടത്തിന് ആ കസേരകൾ നിറയുന്ന രീതിയിലേക്ക് ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും പ്രതികൂല കാലാവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ, മഴ പെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. നിരവധി ആളുകൾ ബ്ലോക്കിലൊക്കെ തന്നെ പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് ഇവിടെ എത്തിയ ആളുകൾ നമ്മളോട് പറയുന്നത്. ആൾക്കാർ വരുന്നു. പുറത്തിട്ട കസേരകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മഴയായതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്താത്തത്. എന്തായാലും അൻവർ ഇങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ ജനപ്രവാഹം ഉണ്ടാവും. ചന്തക്കുന്നിൽ അങ്ങനത്തെ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അൻവർ ജാംജു സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിലിറങ്ങി നടന്നു വന്ന സമയത്ത് അൻവറിന് പിന്നാലെ 200-ലധികം പ്രവർത്തകരുണ്ടായിരുന്നു. അൻവറിനെ അർപ്പുവിളി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമാനമായ രീതിയിലുള്ള കാഴ്ച ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അൻവർ വേദിയിലേക്ക് കയറുന്നതോടുകൂടി ഒരു ജനത്തിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൻവറിൻ്റെ ഈ പരിപാടി കൃത്യമായ സൂചന ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. ആ പങ്കാളിത്തം ഇപ്പോൾ അൻവറിന് കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് കേവലമായ ആൾക്കൂട്ടമല്ല. ഇതിൽ ആരോട് ചോദിച്ചാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഈ പന്തലിനകത്ത് പോയാലും ആളുകൾ രാഷ്ട്രീയം പറയുന്നുണ്ട്. അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേവലം ഒരു ഫാൻസ് ബേസ് മാത്രമല്ല, രാഷ്ട്രീയമായ പിന്തുണയുള്ള രാഷ്ട്രീയമായ ഒരു ആൾക്കൂട്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉറപ്പാണ്. ഈ തുടർഭരണം ഇടതുമുന്നണിക്ക് ലഭിച്ചതിന് ശേഷം ഉണ്ടായ ഒരു അസ്വാരസ്യം പലയിടങ്ങളിലുണ്ടായിരുന്നു. ഇടതുമുന്നണി പ്രവർത്തകർക്കുണ്ടായിരുന്നു, CPM പ്രവർത്തകർക്കുണ്ടായിരുന്നു, പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു. അവർ രഹസ്യമായോ അവരുടെ സ്വകാര്യ ഇടങ്ങളിലോ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് അൻവർ ഉറക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഗോസിപ്പുകളായി പലയിടങ്ങളിലും മുഴങ്ങിക്കേട്ടിരുന്ന കാര്യങ്ങൾ അൻവർ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പരസ്യമായി ചോദിച്ചു. അതേ ഉള്ളൂ വ്യത്യാസം. സ്വാഭാവികമായും അതിന് കിട്ടുന്നൊരു പിന്തുണ അവർ ചോദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, അവർക്ക് പരസ്യമായി ചോദിക്കുന്നതിന് എന്തൊക്കെയോ പരിധികളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്ന ഇടത്ത് ആ പരിധികൾ ലംഘിച്ചുകൊണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നുകൊണ്ട് അൻവർ ഉറക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചു എന്ന ആളുകൾ അൻവറിന് പിന്നിൽ വരുന്നു. സ്വാഭാവികമായും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രതികരിച്ച പല ആളുകളും പറയുന്നത് അങ്ങനെ തന്നെയാണ്.